ലോകം കണ്ട ഏറ്റവും വലിയ കല്യാണമായിരുന്നു അംബാനി കുടുംബത്തിലെ ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റെയും വിവാഹം. പ്രശസ്തരായ മാതാപിതാക്കളുള്ള മക്കളായതിനാൽ തന്നെ എല്ലാ രീതിയിലും ആഘോഷിക്കപ്പെട്ട ചടങ്ങ് താരപ്പകിട്ട് നിറഞ്ഞുനിന്ന കല്യാണമായിരുന്നു അത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ കല്യാണത്തെക്കാൾ ഏറെ ചർച്ചയാവുന്നത് ആനന്ദ് ശരീരത്തെ പറ്റിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇരുവരുടെയും ചിത്രങ്ങൾക്ക് കീഴിൽ നെറ്റിസൺസിന്റെ മര്യാദ കെട്ട കമന്റുകളാണ് വന്നുകൂടുന്നത്. അദ്ദേഹത്തെ വിവാഹം കഴിച്ച പെൺകുട്ടിയോട് ചിലർക്ക് സഹതാപമാണ്, മറ്റു ചിലർക്കാവട്ടെ പുച്ഛവും പരിഹാസവും. ആനന്ദിന്റെ പണവും കുടുംബ മഹിമയും കണ്ടാണ് വിവാഹം കഴിച്ചെന്ന വാചകത്തിൽ തുടങ്ങി ഈ കൊച്ചിന് വേറെ ആരെയും കിട്ടിയില്ലേ എന്ന സഹതാപത്തിൽ വരെ അത് എത്തി നിൽക്കുന്നു. എന്താണ് പ്രണയത്തിന്റെ നിയമമെന്ന് മനുഷ്യർക്ക് വല്ല നിശ്ചയവുമുണ്ടോ? അല്ലെങ്കിൽ തന്നെ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന എന്തെങ്കിലും അനുഭവമാണോ? അതിന്റെ ഒഴുക്കും തീരുമാനങ്ങളും നിശ്ചയമുള്ള എത്ര പേരുണ്ട്? ആനന്ദ്, രാധിക എന്നീ രണ്ട് മനുഷ്യർ പരസ്പരം പ്രണയിക്കാൻ തീരുമാനിച്ച 14 വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് അവർ ഒന്നിച്ച് പഠിക്കുന്ന സമയത്ത്. സ്വാഭാവികമായും പഠനകാലത്ത് അയഥാർത്ഥ സ്വപ്നങ്ങളിൽ നിന്നും കാലം കഴിയുമ്പോൾ എല്ലാ പ്രണയികളും ഇറങ്ങി വരികയും ജീവിതത്തെ പച്ചയോടെ നോക്കിക്കാണാൻ ആരംഭിക്കുകയും ചെയ്യും. പ്രണയത്തിന്റെ ആദ്യ മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ മനസ്സിലാക്കലിൽ എത്തിച്ചേരും മുമ്പ് പിരിഞ്ഞു പോകുന്ന എത്രയോ സ്നേഹങ്ങൾ. അപക്വമായ കാലത്തിനൊരു വർഷങ്ങൾക്കിപ്പുറവും രണ്ടുപേർ പ്രണയിക്കുന്നുണ്ടെങ്കിൽ വിവാഹത്തിലേക്ക് ചെന്നെത്തിയെങ്കിൽ പരസ്പരം എല്ലാം കണ്ടും കേട്ടും മനസ്സിലാക്കിയും അത്രയും അറിഞ്ഞവരായിരിക്കണം അവർ. എന്നാൽ ആനന്ദിന്റെ ശാരീരികമായ അവസ്ഥയെക്കുറിച്ച് അമ്മ നിത അംബാനി ഒരിക്കൽ സംസാരിച്ചിരുന്നു. തങ്ങളുടെ മകൻ കടുത്ത ആസ്മ രോഗിയാണ്. അതിനായി നൽകപ്പെട്ട സ്റ്റിറോയിഡ് മകന്റെ ശരീരത്തിന്റെ അവസ്ഥ വരെ മാറ്റിക്കളഞ്ഞു. അതായത് അമിതമായ ഭക്ഷണം കഴിച്ചുണ്ടായ തടിയല്ല ആനന്ദിന്റെ. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ തന്നെ ആ ശരീരത്തിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോ ഭാര്യയോ ഉത്കണ്ഠ കാണിക്കേണ്ടയിടത്ത് അത് കണ്ടുകൊണ്ട് മാത്രം നിൽക്കുന്ന സമൂഹത്തിന് ആദ്യം എന്തിന്? ഒരു വ്യക്തിയുടെ ശരീരം എങ്ങനെയാണെങ്കിലും അത് അയാളെയും അയാളെ ചുറ്റി നിൽക്കുന്ന മനുഷ്യരെയും മാത്രം ബാധിക്കുന്ന കാര്യമായിരിക്കെ അതോർത്ത് ആ ചിത്രം കാണുന്നവർ അല്ലെങ്കിൽ വാർത്ത വായിക്കുന്നവർ ആകുലപ്പെടുന്ന എന്തിനാവും? മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ഒരു കാര്യവുമില്ലാതെ ഒളിഞ്ഞു നോക്കുന്ന സമൂഹത്തിന്റെ ഒരു പതിപ്പാണ് ഈ വിവാഹത്തിന്റെ ചിത്രങ്ങൾക്ക് താഴെ കാണുന്നത്. രാധിക മെർച്ചന്റ് എന്ന പെൺകുട്ടി എൻകോർ ഹെൽത്ത് കെയർ എന്ന മരുന്ന് കമ്പനിയുടെ ഉടമയുടെ മകളും അതിന്റെ തന്നെ ഡയറക്ട് ബോർഡ് അംഗവുമാണ്. അംബാനി കുടുംബത്തിന്റെ അത്ര വരുന്നില്ലെങ്കിലും കോടികൾ കൊണ്ട് അമ്മാനമടന്ന ഒരു കുടുംബം തന്നെയാണ് മെർച്ചന്റ് ഫാമിലിയും. മാത്രമല്ല രാധിക ഒരു ക്ലാസിക്കൽ നർത്തക കൂടെയാണ്. തൻ്റെ ഉള്ളിലുള്ള കലയുടെ തുറന്ന അവബോധമായിരിക്കണം പ്രണയത്തെക്കുറിച്ചുള്ള രാധികയുടെ ചിന്തകളെ വിശാലമാക്കിയത്. പ്രണയം എന്ന എത്രയോ മാസത്തെ ഇടപാടായി ചുരുങ്ങുകയും അപ്പുറത്തുള്ള പങ്കാളികളെ പരമാവധി മുതലാക്കി ഒഴിവാക്കുകയും ചെയ്യുന്ന മനുഷ്യർക്കിടയിൽ രാധിക തന്റെ പ്രണയിക്ക് സ്റ്റിറോയിഡ് ഉപയോഗിക്കേണ്ട അസുഖം ഉണ്ടായിട്ടും അദ്ദേഹത്തെ ഉപേക്ഷിക്കാതെ കൂടെ കൂട്ടി. പണമല്ല മനുഷ്യന്റെ സമാധാനം നിശ്ചയിക്കുന്നത്, മറിച്ച് അത് സമാധാനം ആഗ്രഹിക്കുന്ന ജീവിതം നേടിയെടുക്കലുമാണ്. ആ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം അനുഭവിക്കുന്ന ജീവിതത്തിനാണ് വിജയത്തിന്റെ മൂല്യം ഉണ്ടാവുക. അങ്ങനെ നോക്കുമ്പോൾ രാധികയും ആനന്ദും അവരുടെ പ്രണയം എന്ന സ്വപ്നം സഫലീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തുള്ള ചില അല്പബുദ്ധികൾ പറയുന്ന വാക്കുകൾ അവരെ ഒരുപക്ഷെ സ്പർശിച്ചു എന്ന് തന്നെ വരില്ല. കാരണം യാഥാർത്ഥ്യം ഏറ്റവും കൃത്യമായി മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തവരെന്ന നിലയിൽ അവർ പരസ്പരം കൈപ്പിടിച്ച് ഇനിയുള്ള കാലം മുന്നോട്ട് പോകും. അതിനവർക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. പ്രണയം ഒരുമിപ്പിച്ചവർക്ക് മറ്റാരുടെയും സഹതാപവും ആവശ്യമില്ല. എന്ത് ബുദ്ധിമുട്ടുകളെയും പരസ്പരം കൈപ്പിടിച്ചവർ ഒന്നിച്ച് നേരിടുമെന്ന് എപ്പോഴും അവർ ഒന്നിച്ചെടുത്ത തീരുമാനമായിരിക്കും. ആനന്ദ് അയാളുടെ തടി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യും. അംബാനിയുടെ കുടുംബത്തിലെ ഇളമുറയിലെ ഒരാൾക്ക് അനാവശ്യമായ തടി കുറയ്ക്കേണ്ടത് എങ്ങനെയെന്ന് നന്നായി അറിയാം. പക്ഷെ അത് അനാവശ്യമാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അത് കാണുന്നവരല്ല, അത് അയാൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഭാര്യയ്ക്കും മറ്റൊരാളുടെയും സഹതാപം ആവശ്യമില്ല. ആരുടെയും പരിഗണന പോലും ആവശ്യമില്ലാത്ത വിധത്തിൽ സ്വന്തം സ്വപ്നവും ജീവിതവും പടുത്തു കെട്ടിയവരാണ് അവർ ഇരുവരും. അവരുടെ ചിത്രങ്ങൾക്ക് താഴെ സഹതാപവും പുച്ഛവും അലക്കുന്നവരെ കാണുമ്പോൾ പൊട്ടിയ വാതിൽ കൂടി അകത്തു നടക്കുന്ന എന്തെന്നറിയാൻ ഒളിഞ്ഞു നോക്കുന്ന മര്യാദ കെട്ട കുബുദ്ധികളെ പോലെയുണ്ട്. അതിനപ്പുറം ഒന്നും അവർ അർഹിക്കുന്നില്ല.